സിനിമാ ലോകത്തെയും ഇന്ത്യൻ സിനിമാ പ്രേമികളെയും ഒരുപോലെ ആവേശത്തിൽ ആഴ്ത്തുന്ന ഏറ്റവും പുതിയ മൂവി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സിനിമയിൽ ഇന്ന് ഏറ്റവും വലിയ ഹൈപ്പ് സൃഷ്ടിക്കുന്ന ഒന്നാണ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് അഥവാ LCU. കാർത്തിയുടെ കൈദി, ഉലകനായകൻ കമലഹാസന്റെ വിക്രം, ദളപതി വിജയുടെ ലിയോ എന്നീ വമ്പൻ ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം LCU വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ്. ഈ യൂണിവേഴ്സിലേക്ക് വരുന്ന അടുത്ത വൻ സ്രാവാണ് ബെൻസ്. ആക്ഷൻ കൊറിയോഗ്രാഫറും നടനുമായ രാഘവ് ലോറൻസ് ടൈറ്റിൽ റോളിലെത്തുന്ന ഈ ചിത്രത്തിൽ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം നിവിൻ പോളി ഒരു അത്യുഗ്രൻ ഡാർക്ക് വില്ലൻ വേഷത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ലോകേഷ് കനകരാജ് കഥ എഴുതി നിർമ്മിക്കുന്ന ബെൻസ് സിനിമയുടെ റിലീസ് അപ്ഡേറ്റുകൾ, കാസ്റ്റ് ആൻഡ് ക്രൂ, അണിയറ രഹസ്യങ്ങൾ, ഒപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വമ്പൻ ഗോസിപ്പുകളും തിയറികളുമാണ് ഇന്നത്തെ ഈ വിശദമായ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ബെൻസ് സിനിമയുടെ നിലവിലെ ഷൂട്ടിംഗ് അപ്ഡേറ്റുകളും റിലീസ് സാധ്യതകളെയും കുറിച്ചും സംസാരിക്കാം. 2026 തിയേറ്ററുകളിൽ വമ്പൻ റിലീസായി എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ബെൻസ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് സിനിമയുടെ പകുതിയിലധികം ചിത്രീകരണം പൂർത്തിയായി കഴിഞ്ഞു. ചെന്നൈ, പോണ്ടിച്ചേരി, ഹൈദരാബാദ് എന്നിവിടങ്ങളായി വളരെ രഹസ്യ സ്വഭാവത്തോടെയാണ് ഇതിൻ്റെ ഭൂരിഭാഗം രംഗങ്ങളും ചിത്രീകരിച്ചത്. സിനിമയിലെ ഏറ്റവും നിർണായകമായ ആക്ഷൻ രംഗങ്ങളും ഡ്രാമ സീനുകളും ഇതിനകം പകർത്തിക്കഴിഞ്ഞു. ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിവിൻ പോളി തൻ്റെ ഭൂരിഭാഗ ഭാഗങ്ങളിലൂടെയും ചിത്രീകരണം പൂർത്തിയാക്കി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന നടൻ രവി മോഹൻ്റെ പ്രധാന ഷെഡ്യൂളുകളും പൂർത്തിയായിട്ടുണ്ട്. രാഘവ് ലോറൻസിൻ്റെ മാസ് ആക്ഷൻ സങ്കീർണമായ രംഗങ്ങളാണ് ഇനി പ്രൊഡക്ഷൻ ടീമിൻ്റെ മുന്നിലുള്ളത്. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ 4ാമത്തെ ഔദ്യോഗിക ചിത്രമാണ് ബെൻസ്. എന്നാൽ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. LCU ഫ്രാഞ്ചൈസിൽ ലോകേഷ് കനകരാജ് സ്വയം സംവിധാനം ചെയ്യാതെ മറ്റൊരു സംവിധായകനെ ചുമതല കൈമാറുന്ന ആദ്യത്തെ സിനിമ കൂടിയാണിത്. ലോകേഷിൻ്റെ സ്വപ്ന പദ്ധതിയായ ഈ യൂണിവേഴ്സിനെ കൂടുതൽ വിപുലീകരിക്കാൻ മറ്റും കഴിവുറ്റ സംവിധായകർക്ക് അവസരം നൽകുന്നതിൻ്റെ ഭാഗമാണ് ഈ നീക്കം. തമിഴിലും മലയാളത്തിലും പ്രമുഖ താരങ്ങളും കഴിവുറ്റ സാങ്കേതിക വിദഗ്ധരും ഒന്നിക്കുന്ന ഒരു വമ്പൻ പ്രൊജക്റ്റാണിത്. പ്രധാന അഭിനേതാക്കൾ: രാഘവ് ലോറൻസ്. ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായ ബെൻസ് എന്ന അതിശക്തമായ ആക്ഷൻ വേഷത്തിലാണ് ലോറൻസ് എത്തുന്നത്. ആക്ഷനും ഡാൻസും ഒരുപോലെ പ്രാധാന്യമുള്ള തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും സങ്കീർണമായ കഥാപാത്രമായിരിക്കും ഇത്. ഒരു ഡേഞ്ചറസ് ഷെഫ് അഥവാ പാചകക്കാരൻ്റെ ഗെറ്റപ്പിലാണ് ലോറൻസ് ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന തരത്തിലുള്ള സൂചനകൾ ഫസ്റ്റ് ലുക്ക് ടീസറിൽ തന്നെ വ്യക്തമായിരുന്നു. നിവിൻ പോളി. ബെൻസ് സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ മുതൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഒന്നാണ് നിവിൻ പോളിയുടെ സാന്നിധ്യം. ട്വിൻ ഫിഷ് വാൾട്ടർ എന്ന ഡാർക്ക് സൈക്കോ ഷെയ്ഡുള്ള വില്ലൻ കഥാപാത്രത്തെയാണ് നിവിൻ അവതരിപ്പിക്കുന്നത്. കേവലം ഒരു സാധാരണ വില്ലനല്ല, മറിച്ച് ഡാർക്ക് ഹ്യൂമറും ക്രൂരതയും കലർന്ന ഒരു കഥാപാത്രമായിരിക്കും ഇതെന്ന് അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നു. നിവിൻ്റെ തമിഴ് കരിയറിലെ നേരം, റിച്ചി എന്ന ചിത്രങ്ങൾക്ക് ശേഷം തികച്ചും വ്യത്യസ്തമായ ഒരു വൻ തിരിച്ചുവരവായിരിക്കും ഇത്. സംയുക്ത മേനോൻ. തെന്നിന്ത്യൻ സിനിമയിലെ തിരക്കുള്ള നടിയായ സംയുക്ത മേനോനാണ് ചിത്രത്തിലെ പ്രധാന സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കഥയിൽ വരിത്തിരിവുണ്ടാവുന്ന ശക്തമായ പെൺ കഥാപാത്രമായിരിക്കും സംയുക്തയുടേത്. രവി മോഹൻ. ചിത്രത്തിൽ വളരെ നിർണായകമായ മറ്റൊരു പോസിറ്റീവ് പോലീസോ അല്ലെങ്കിൽ അണ്ടർ കവർ ഏജൻറ്റോ ആയ കഥാപാത്രത്തിലാണ് രവി മോഹൻ എത്തുന്നത്. ഭാഗ്യരാജ് കണ്ണനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ശിവകാർത്തികേയൻ്റെ റെമോ, കാർത്തിയുടെ സുൽത്താൻ എന്ന് വമ്പൻ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനാണ് അദ്ദേഹം. ലോകേഷ് കനകരാജിൻ്റെ മൂലക്കഥയായ അടിസ്ഥാനമാക്കിയ ഭാഗ്യരാജ് കണ്ണനും ലോകേഷ് ചേർന്നാണ് തിരക്കഥ വികസിപ്പിച്ചിരിക്കുന്നത്. നിർമ്മാണം: ലോകേഷ് കനകരാജിൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസായ ജി സ്ക്വാഡ്, ജഗദീഷ് പളനിസ്വാമി, സുധൻ സുന്ദരം എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സംഗീതം: യുവ സംഗീത തരംഗമായ സായി അഭിയങ്കർ ആണ് ചിത്രത്തിൻ്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്നത്. കച്ചിസേറ, ആസക്കൂട, പവിഴമല്ലി എന്നീ മ്യൂസിക് വീഡിയോകളിലൂടെ
തരംഗമായ സായി അഭിയങ്കാറിൻ്റെ ആദ്യ വൻകിട ആക്ഷൻ പ്രൊജക്റ്റാണിത്. LCU സിനിമകളുടെ BGMന് ഇപ്പോഴും വലിയ പ്രാധാന്യമുള്ളതിനാൽ വലിയ പ്രതീക്ഷയാണുള്ളത്. ഛായാഗ്രഹണം, എഡിറ്റിംഗ്. ക്യാമറ ചലിപ്പിക്കുന്നത് ഗൗതം ജോർജാണ്. LCUയുടെ സിനിമയുടെ സ്ഥിരം എഡിറ്ററും വിക്രം, ലിയോ, കൈത്തി എന്നീ സിനിമകളുടെ വേഗത നിർണയിച്ച എഡിറ്ററുമായ ഫിലോമിൻ രാജ് തന്നെയാണ് ബെൻസിൻ്റെയും എഡിറ്റിംഗ് നിർവഹിക്കുന്നത്. ഇനിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഏറ്റവും ആവേശകരമായ ഭാഗത്തേക്ക് കടക്കുന്നത്. ഒരു LCU സിനിമ പുറത്തു വരുമ്പോൾ അതിനു ചുറ്റുമുണ്ടാകുന്ന തിയറികളും ഗോസിപ്പുകളും വളരെ വലുതാണ്. ബെൻസിനെക്കുറിച്ച് നിലവിലുള്ള സോഷ്യൽ മീഡിയയിലും സിനിമാ ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്ന പ്രധാന റൂമറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ലിയോ സിനിമയുമായി നേരിട്ടുള്ള ബന്ധം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ബെൻസ് സിനിമ നടക്കുന്നത് ലിയോ ദാസിൻ്റെ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ്. ചെന്നൈയിലും ഹിമാചൽ പ്രദേശും നടന്ന ചിത്രീകരണത്തിൻ്റെ ലൊക്കേഷൻ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ആരാധകർ ഈ കണക്ഷൻ കണ്ടെത്തിയിരുന്നു. ലിയോ സിനിമയിൽ ആൻ്റണി ദാസും ഹെറോൾഡ് ദാസും നടത്തിയിരുന്ന മയക്കുമരുന്ന് സാമ്രാജ്യത്തിലെ പ്രധാന വിതരണക്കാരിയിൽ ഒരാളായിരുന്നു ബെൻസ് എന്ന് ലിയോ ദാസിൻ്റെ ഭൂതകാലവുമായി ബെൻസിന് വലിയ ബന്ധമുണ്ടെന്നാണ് പ്രധാന പ്രചരണം. ലിയോയിൽ പകുതി വഴിയിൽ നിലച്ച് ചില കഥാപാത്രങ്ങളുടെ ബാക്കി ഭാഗമായിരിക്കും ബെൻസ് കാണിക്കുക. ട്വിൻ ഫിഷ് വാൾട്ടർ, റോളക്സിനെ വെല്ലുന്ന വില്ലനോ? വിക്രം സിനിമയുടെ അവസാനം സൂര്യ അവതരിപ്പിച്ച റോളക്സ് എന്ന കഥാപാത്രം സൃഷ്ടിച്ച തരംഗം നമ്മൾ കണ്ടതാണ്. അതുപോലെ LCUവിലേക്ക് വരുന്ന ഏറ്റവും മാരകമായ വില്ലനായിരിക്കും നിവിൻ പോളിയുടെ ട്വിൻ ഫിഷ് വാൾട്ടർ. തൻ്റെ മീൻപിടുത്ത ബോട്ട് ശൃംഖലയുടെയും സീഫുഡ് ബിസിനസ്സിൻ്റെയും മറവിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയ നടത്തുന്ന ആളാണ് വാൾട്ടർ എന്ന് റൂമറുകൾ. ശാന്തനായ എന്നാൽ അത്യധികം ദയയില്ലാത്ത ഒരു കൊലയാളിയുടെ സ്വഭാവമായിരിക്കും വാൾട്ടറിന്. ഭാവിയിൽ LCUവിൽ വരാനിരിക്കുന്ന റോളക്സ് സിനിമയിലോ അല്ലെങ്കിൽ വിക്രം 2വിലോ നിവിൻ പോളിയുടെ കഥാപാത്രവും സൂര്യയുടെ റോളക്സിലും തമ്മിലൊരു ഫേസ് ഓഫ് ഉണ്ടാകുമെന്ന് അഭ്യൂഹങ്ങളുണ്ട്. LCU സിനിമയുടെ പ്രധാന ആകർഷണം അതിലെ കാമിയോ റോളുകളാണ്. ബെൻസിലും അത്ര ചില സർപ്രൈസുകൾ ലോകേഷ് കാത്തുവെച്ചിട്ടുണ്ടെന്നാണ് വിവരം. ദില്ലി. കൈദിയിലെ ദില്ലിയുടെ ശബ്ദ സാന്നിധ്യമോ അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയുള്ള ബന്ധമോ സിനിമയുടെ ക്ലൈമാക്സിൽ ഉണ്ടാകും. ഏജന്റ് അമർ, ബ്ലാക്ക് ഒപ്പോസ് ടീമിൻ്റെ സാന്നിധ്യം ഈ ചിത്രത്തിലും ചെറിയ രീതിയിൽ സൂചിപ്പിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ കഥയുടെ പ്ലോട്ട് തിയറി. തൻ്റെ കഴിഞ്ഞ കാലത്തെ മാഫിയ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് സാധാരണ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന ഒരു മുൻകാല ഗാങ്സ്റ്ററാണ് ബെൻസ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ താൻ സ്നേഹിക്കുന്നവർക്കായി അയാൾക്ക് വീണ്ടും ആയുധം എടുക്കേണ്ടി വരുന്നു. അവിടെ അയാൾക്ക് നേരിടേണ്ടി വരുന്ന ഏഷ്യയിലെ തൻ്റെ ഏറ്റവും വലിയ ഡ്രഗ് നെറ്റ്വർക്ക് നിയന്ത്രിക്കുന്ന ട്വിൻ ഫിഷ് വാൾട്ടറിനെ ആണ്. ആക്ഷനും വൈകാരിക മുഹൂർത്തങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു സർവൈവൽ ആക്ഷൻ ത്രില്ലറായിരിക്കും ഇത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തമിഴ് മലയാളം സിനിമാ പ്രേമികൾക്ക് ഒരുപോലെ വിരുന്നാകുന്ന രീതിയിലാണ് ബെൻസ് ഒരുങ്ങുന്നത്. നിവിൻ പോളിയുടെ വില്ലൻ അവതാരവും രാഘവ് ലോറൻസിൻ്റെ ആക്ഷൻ മാസ് പെർഫോമൻസും ഭാഗ്യരാജ് കണ്ണൻ ലോകേഷൻ കൂട്ടുകെട്ടിൻ്റെ ടാലൻറ്റും ചേരുമ്പോൾ തിയേറ്ററുകൾ പൂരം തന്നെയായിരിക്കും. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നിവിൻ പോളിയുടെ ട്വിൻ ഫിഷ് വാൾട്ടർ LCUവിൽ എത്തരത്തിലുള്ള തരംഗമായിരിക്കും സൃഷ്ടിക്കുക? ലിയോയുമായി ഇതിന് ബന്ധമുണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും തിയറികളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സിനിമാ ലോകത്തെ കൂടുതൽ പുതിയ വാർത്തകൾക്കും LCUവിൽ അപ്ഡേറ്റുകൾക്കുമായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൾ എന്നതിലാക്കി വയ്ക്കുക. മറ്റൊരു മികച്ച മൂവി അപ്ഡേറ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.